ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളെ കൃത്യതയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ അവസരങ്ങളിലേക്ക്. തപാൽ വകുപ്പിൽ ഗ്രാമീൺ ഡാക് സേവക് തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ഡാക് സേവക് എന്നീ തസ്തികകളിലായി രാജ്യത്താകെ 39 പോസ്റ്റൽ സർക്കിളുകളിൽ 44,228 ഒഴിവുകളാണ് നിലവിലുള്ളത്. കേരള സർക്കിളിൽ 2,433 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത 10ാം ക്ലാസ് ജയം. അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷ ഒരു വിഷയമായി പഠിച്ചിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. പ്രായം 18 മുതൽ 40 വയസ്സ് വരെ. അർഹരായ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് 12,000 രൂപ മുതൽ 29,380 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ഡാക് സേവകിന് 10,000 രൂപ മുതൽ 24,470 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷയിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 5. വിശദാംശങ്ങൾക്കായി www.indiapostgdsonline.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എൻഡോക്രൈനോളജി, സർവകലാശാലകളിൽ സിസ്റ്റം മാനേജർ, KSEBയിൽ അക്കൗണ്ട്സ് ഓഫീസർ, കേരള ജല അതോറിറ്റിയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അനലിസ്റ്റ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ ടേണിംഗ്, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ, കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ മെറ്റീരിയൽസ് മാനേജർ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അറ്റൻഡർ, വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് തുടങ്ങി 44 കാറ്റഗറികളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കാറ്റഗറി നമ്പർ 188/2024 മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി തസ്തികയിൽ അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത DM അല്ലെങ്കിൽ DNB കാർഡിയോളജിയാണ്. കേരള സംസ്ഥാന മെഡിക്കൽ കൗൺസിലിൽ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മോഡേൺ മെഡിസിനിൽ സ്ഥിരം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പ്രതീക്ഷിത ഒഴിവുകളാണ് നിലവിലുള്ളത്. പ്രായം 22 മുതൽ 45 വരെ. UGC മാനദണ്ഡ പ്രകാരമുള്ള ശമ്പളമാണ് ലഭിക്കുന്നത്. കാറ്റഗറി നമ്പർ 190/2024 കേരളത്തിലെ സർവകലാശാലകളിൽ സിസ്റ്റം മാനേജർ തസ്തികയിൽ 2 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത MCA അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ശാഖയിൽ ബിടെക് ബിരുദവും കമ്പ്യൂട്ടർ സ്പെഷ്യലൈസേഷനും ഉണ്ടായിരിക്കണം. കൂടാതെ ഡാറ്റ പ്രോസസ്സിംഗിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ 8 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങൾക്കായി വെബ്സൈറ്റ് കാണുക. പ്രായം 18 മുതൽ 45 വരെ. ശമ്പളം 77,200 മുതൽ 1,40,40,500 രൂപ വരെ. കാറ്റഗറി നമ്പർ 191/2024 KSEBയിൽ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിൽ അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയോ നടത്തുന്ന ഇൻ്റർമീഡിയറ്റ് പരീക്ഷ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലുള്ള BCom ബിരുദവും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിൽ 3 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഒഴിവുകളുടെ എണ്ണം 3. പ്രായം 18 മുതൽ 36 വരെ. ശമ്പളം 59,100 മുതൽ 1,17,400 രൂപ വരെ. കാറ്റഗറി നമ്പർ 193/2024 കേരള ജല അതോറിറ്റിയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അനലിസ്റ്റ് തസ്തികയിൽ 2 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത ഒരു UGC അംഗീകൃത സർവകലാശാലയിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ദേശീയ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപിച്ച അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച ബാച്ചിലർ ബിരുദം. കൂടാതെ കേരള സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച PGDCA എന്നിവ ഉണ്ടായിരിക്കണം. പ്രായം 18 മുതൽ 36 വരെ. 38,300 മുതൽ 93,400 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്.
കാറ്റഗറി നമ്പർ 194/2024 ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത ഫുഡ് ടെക്നോളജിയിൽ കുറഞ്ഞത് 2ാം ക്ലാസ്സോടുകൂടിയ ഡിപ്ലോമയാണ്, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ കുറഞ്ഞത് 2ാം ക്ലാസ്സോടുകൂടി നേടിയ ബിരുദമുണ്ടായിരിക്കണം. പ്രായം 18 മുതൽ 36 വരെ. ശമ്പളം 35,600 മുതൽ 75,400 രൂപ വരെ. 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. കാറ്റഗറി നമ്പർ 196/2024 സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ ടേർണിംഗ് തസ്തികയിൽ 17 ഒഴിവുകളാണ് ഉള്ളത്. പ്രായം 18 മുതൽ 36 വരെ. യോഗ്യത അനുയോജ്യമായ ട്രേഡിൽ THSLC അല്ലെങ്കിൽ SSLC പരീക്ഷ വിജയിച്ചിരിക്കണം. അനുയോജ്യമായ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് പരീക്ഷ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ അനുയോജ്യമായ ട്രേഡിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. ശമ്പളം 26,500 മുതൽ 60,700 രൂപ വരെ. കാറ്റഗറി നമ്പർ 197/2024 ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 1 ഒഴിവാണ് നിലവിലുള്ളത്. പ്രായം 18 മുതൽ 36 വരെ. ശമ്പളം 23,700 മുതൽ 52,600 രൂപ വരെ. മറ്റ് തസ്തികകൾ, യോഗ്യത എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് കാണുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 14. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾ, ട്രേഡ്സ്മാൻ തസ്തികകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ബാർബർ, സഫായി കർമചാരി, ഗാർഡനർ വിഭാഗങ്ങളിലായി 143 ഒഴിവുകളാണ് നിലവിലുള്ളത്. വനിതകൾക്കും അപേക്ഷിക്കാം. കോൺസ്റ്റബിൾ, സഫായി കർമചാരി വിഭാഗത്തിൽ അപേക്ഷിക്കുവാനുള്ള യോഗ്യത 10ാം ക്ലാസ് വിജയമാണ്. പ്രായം 18 മുതൽ 25 വരെ. ശമ്പളം 21,700 മുതൽ 69,100 രൂപ വരെ. കോൺസ്റ്റബിൾ, ഗാർഡനർ തസ്തികയിൽ 37 ഒഴിവുകളാണ് നിലവിലുള്ളത്. 10ാം ക്ലാസ് ജയവും ബന്ധപ്പെട്ട ട്രേഡിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായം 18 മുതൽ 23 വരെ. ശമ്പളം 21,700 മുതൽ 69,100 രൂപ വരെ. കോൺസ്റ്റബിൾ, ബാർബർ വിഭാഗത്തിൽ 5 ഒഴിവുകളാണ് നിലവിലുള്ളത്. യോഗ്യത 10ാം ക്ലാസ്. പ്രായം 18 മുതൽ 25 വയസ്സ് വരെ. ശമ്പളം 21,700 മുതൽ 69,100 രൂപ വരെ. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 26. വിശദാംശങ്ങൾക്കായി www.recruitment.itbpolice.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.